എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു മേക്കപ്പ് ബോക്സോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൗച്ചോ എന്നൊക്കെ നമുക്കിതിന് പറയാൻ പറ്റും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു സ്മോളായിട്ടുള്ളൊരു പൗച്ചാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. നമ്മുടെ പൗച്ച് സ്മോൾ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് വേണ്ട മേക്കപ്പിനുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് കൊള്ളും കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വെച്ചിട്ട് നിങ്ങളെ എടുത്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് ഈ പൗച്ച് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കുന്നത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സിബ് വേണം കേട്ടോ. അപ്പോൾ ചെറിയ പൗച്ചാകുമ്പോൾ നമുക്ക് ചെറിയ സിബ് ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ സിബ് വേണം. പിന്നെ ഞാനിവിടെ ഇത് നൈറ്റ് തുണിയായിരുന്നു കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ നൈറ്റ് തയ്ച്ചതിൻ്റെ ബാലൻസ് വന്ന തുണിയാണ് ചെറിയ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീളമാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് നീളം വരുന്നുണ്ട്, വീതിയാണെങ്കിൽ 6 ഇഞ്ച് വരുന്നുണ്ട്. അങ്ങനെ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പീസ് സ്റ്റിപ്പ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിപ്പിന് ഫശയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തുടിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിഫ് എടുത്ത് ഫസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ഈ നൈറ്റി പീസ് നമ്മൾ 8 ഇഞ്ച് നീളത്തിൽ 6 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുത്ത് ആ ഒരു നൈറ്റി പീസ് എടുത്ത് നമ്മുടെ സിബിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഇനി നമ്മുടെ തേപ്പോട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് തേച്ച് ഒട്ടിച്ച് പിടിപ്പിക്കണം കേട്ടോ. സ്റ്റിഫ് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പകരം ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഒരു തുണിയും കൂടി എടുത്തിട്ട് അത് സ്ക്വയറായിട്ട് തന്നെ തയ്ച്ച് വെച്ചിട്ട് ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ തുണി സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റിഫ് ഉണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അതേ പൗച്ച് പോലെ ഇരിക്കും കേട്ടോ. തുടക്കം ഞാൻ ആ പൗച്ച് കാണിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇതാ സ്റ്റിഫ് തേച്ച് ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് തുണി വേണം കേട്ടോ. അതിന് വേണ്ടി ഞാനിതാ ചെറിയൊരു 8 പീസ് എടുത്തിട്ടുണ്ട്. അതിലൊരു നൈറ്റി തുണിയാണ് കേട്ടോ. അതൊന്ന് 2ആയിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ഒരു തുണി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരളവിൽ തന്നെ വേണം നമുക്ക് 2 പീസ് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പീസ് തുണിയും കൂടെ ഒരുപോലെ വയ്ക്കുക. ഇതുപോലെ 4 പീസും കൂടെ നമുക്ക് അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ 4 മൂലയിൽ നിന്നും നമുക്ക് 2 ഇഞ്ച് അകലം 2 ഇഞ്ച് വീതി അങ്ങനെ കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് നമുക്ക് 4 മൂലയിൽ നിന്നും അതൊന്ന് കട്ട് ചെയ്ത് സ്ക്വയറായിട്ടൊന്ന് മാറ്റണം. ഇനി ചെയ്യേണ്ടത് അതാണ്. അതിന് വേണ്ടി ഞാനിവിടെ ടേപ്പ് എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ട് അളവ് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് താഴോട്ടുള്ള ഇറക്കം 2 ഇഞ്ച് അകലം എടുത്തിട്ട് അത് സ്ക്വയറായിട്ട് ഇതാ വരച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു സൈഡിൽ അതുപോലെ അളവ് ചെയ്ത് വരച്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു തുണ്ടെടുത്തിട്ട് ബാക്കിയുള്ള സൈഡിൽ വെച്ച് അടയാളം ചെയ്തിട്ട് അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ പൗച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ആ സ്റ്റിഫ് ഒട്ടിച്ച തുണി താഴെ വെക്കുക. അതിന് മേളിൽ നമ്മുടെ സിബ് എടുക്കുക. സിബ് എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആ ലൈനിങ് തുണി വെക്കുക. ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ലൈനിങ്ങിൻ്റെ മേളിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ സിബിൻ്റെ തുമ്പ് കാണാൻ പറ്റത്തില്ല. അത് കവർ ചെയ്ത് നല്ല നീറ്റായിട്ടിരിക്കും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നേരെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ആ സിബിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ ഇതുപോലെ തയ്ക്കുക. ഇനി നമുക്ക് ആ സ്റ്റിഫ് ഒട്ടിച്ച തുണി താഴെ വയ്ക്കുക. താഴെ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സിബ് പിടിപ്പിച്ച തുണി ഇത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഇനി ആ സിബിൻ്റെ ഒരു സൈഡാണ് നമ്മൾ ആ ഒരു തുണിയുടെ സൈഡ് തയ്ച്ച് വെച്ചേക്കുന്നത്. അടുത്ത സൈഡ് എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ഇനി അടുത്ത ലൈനിങ് പീസ് എടുത്തിട്ട് ഇത് ആ സിബിനോട് ചേർത്ത് തന്നെ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ അങ്ങ് തയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ തയ്ക്കുന്ന പൗച്ച് ചെറിയൊരു പൗച്ചാണ്. ഇതിനേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പമുള്ള പൗച്ച് തയ്ക്കണമെങ്കിൽ നമ്മൾ തുണിയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. സിബ് ഇച്ചിരി വലിയൊരു സിബ് എടുത്താൽ മതി. വലിയ പൗച്ച് നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ രണ്ട് സൈഡിലും ആ തുണി അങ്ങനെ കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് പതിച്ചു കൂടെ തയ്ക്കണേ. നമ്മൾ ആദ്യം ഒരു സൈഡ് നമ്മൾ പതിച്ച് തയ്ച്ചില്ല, അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ സിബിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ട് നമ്മൾ രണ്ട് സൈഡിലും ആ തുണി പിടിപ്പിച്ചിട്ടുണ്ട്. താഴെ വശത്ത് നമ്മുടെ ലൈനിങ് ഉണ്ട്. അതിനുശേഷം അതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കണേ. രണ്ട് സൈഡിലേക്ക് നമ്മൾ ലൈനിങ് തുണി ഒരു സൈഡിലേക്ക് മാറ്റി, നമ്മുടെ പൗച്ചിൻ്റെ തുണി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് തുണിയുടെ രണ്ട് സൈഡിൽ നിന്ന് ഇത്, അപ്പോൾ ഞാൻ ആ കാണിച്ചെടുത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇതിങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ ലൈനിങ് തുണിയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു സൈഡ്, അടുത്ത സൈഡും അതേപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും അതിൻ്റെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗം വരുന്നതെടുത്ത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യല്ലേ, അതിൻ്റെ രണ്ട് ഭാഗം സ്വല്പം ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യണേ. എന്നിട്ട് നടുക്ക് ഭാഗം കുറച്ച് ഓപ്പൺ ആക്കി ഇടണം. ആ നടുക്ക് ഭാഗം ഓപ്പൺ ആക്കി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൗച്ചിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്നത് അതിലൂടെയാണ് കേട്ടോ. ഇനി നമ്മുടെ ലൈനിങ് തുണി ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇനി അതിങ്ങനെ ഒരുപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് നേരെ ഒന്ന് തയ്ച്ച് കൊടുക്കണം കേട്ടോ. അടുത്ത മൂലയും അതേപോലെ തന്നെ ഒന്ന് ഷേപ്പായിട്ട് തയ്ക്കണേ. ലൈനിങ്ങിൻ്റെ രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതാ സ്റ്റിപ്പ് പൊട്ടിച്ച ആ ഒരു പൗച്ചിൻ്റെ തുണി നമ്മളിനി മൂന്ന് സൈഡും അതിൻ്റെ ഒന്ന് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണേ. ആദ്യം ഇതുപോലെ നേരെ താഴോട്ട് ക്ലോസ് ചെയ്ത് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ താഴ്ഭാഗം നേരെ അങ്ങ് ക്ലോസ് ചെയ്യണം. അവിടെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത വശവും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് തന്നെ നമ്മൾ ആ ലൈനിങ്ങിൻ്റെ മൂല തയ്ച്ചില്ലേ, അതേപോലെ തന്നെ ഇതിങ്ങനെ എടുക്കുക. ഇതിങ്ങനെ എടുത്തിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് നേരെ അങ്ങ് തയ്ച്ച് കൊടുക്കുക രണ്ട് സൈഡുവേ. അപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ താഴ്ഭാഗം രണ്ട് സൈഡ് നമ്മളിതാ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ചെറിയ വീതിയിൽ ഇതുപോലെ ഒരു വള്ളി തയ്ച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പൗച്ചിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ പൗച്ചിൻ്റെ രണ്ട് സൈഡും കൂടെ നമ്മൾ ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ആ സിബിൻ്റെ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗത്ത് ഉൾഭാഗത്തുനിന്ന് ആ ഒരു വള്ളി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇനി ക്ലോസ് ചെയ്യാനുള്ളതാണ്. രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ വള്ളി കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിലാണ് ഞാനൊരു വള്ളി കൊടുക്കുന്നത്. അപ്പോൾ ആ വള്ളി ഞാൻ ഉൾഭാഗത്ത് തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ ക്ലോസ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് അവിടെ നേരെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. ഇതേപോലെ തന്നെ അടുത്ത സൈഡും കൂടെ ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആ സിബ് വരുന്ന ഭാഗമാണ് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറവും ഇപ്പുറമായിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൗച്ച് ഇതുപോലൊന്ന് തിരിക്കണേ. നമ്മുടെ തയ്യലിൻ്റെ തുമ്പൊന്നും കാണാതെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഒന്ന് തിരിച്ചെടുക്കണം. ഇപ്പോൾ ആ തയ്യൽ തുമ്പൊന്നും കാണാൻ പറ്റത്തില്ല. അതിന് ശേഷം നമുക്ക് ഈ സിബ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നല്ല വശം എടുക്കുക. നമ്മുടെ പൗച്ചിൻ്റെ നല്ല വശമാണ് ഞാനിപ്പോൾ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഓപ്പണാണ്. അതിലൂടെയാണ് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചെടുത്തത്. ആ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ആദ്യം ലൈനിങ് തിരിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൗച്ച് നല്ലോണം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉൾഭാഗത്ത് കിടക്കുന്ന തുണി ഒന്ന് എടുത്തിട്ട് നമുക്ക് അവിടെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. കുറച്ച് ഭാഗം ഓപ്പണാണ് ആ ലൈനിങ്ങിൻ്റെ. അതിനി നമുക്ക് ഉൾഭാഗത്തുനിന്ന് അത് ആ ലൈനിങ് ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കണേ. ഇതുപോലെ പുറത്തോട്ട് എടുത്തിട്ട് ആ ഓപ്പൺ ആയിരുന്ന ഭാഗം മാത്രം ഒന്ന് നമുക്കതൊന്ന് നേരെ തയ്ച്ച് വെക്കണം. അത് കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ നമ്മളവിടെ ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാത്രം വെച്ചാൽ മതി. ഇനി വേറെ പരിപാടി ഒന്നുമില്ല. നമ്മുടെ പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തയ്ച്ച് ഉൾഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട അടിപൊളിയായിട്ടുള്ള പൗച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പൗച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കാണിക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ട് നടക്കാനായിട്ട് പറ്റും. കുഞ്ഞ് പൗച്ചാണെങ്കിലും ആൾ പുലിയാണ്. അതിനകത്ത് കുറേ സാധനങ്ങൾ കൊള്ളും കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ പൗച്ച് തയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പം നമ്മളെടുത്ത തുണിയെക്കാട്ടിലും കുറച്ചുകൂടെ അളവ് കൂട്ടി തുണി എടുത്തിട്ട് വലിയ പൗച്ച് ഇതേപോലെ തന്നെ അങ്ങ് തയ്ച്ചെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൗച്ച് ബോക്സിനകത്ത് ഞാൻ സാധനങ്ങളൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കൂട്ടുകാർ ഇതുപോലത്തെ ഒരു പൗച്ച് ബോക്സ് തയ്ച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ട് ഇതെൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളിത് കടയിൽ പോയി വാങ്ങുന്ന സാധനമാണ്. എത്ര രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങുന്നത്? 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് പൗച്ച് ബോക്സ് തയ്ച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുവരെ കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാർ നമ്മുടെ മഞ്ജൂസ് വേൾഡ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടാറ്റാ.